ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. ഇന്ന് റമദാൻ 3 ഞാൻ നോമ്പുകാരിയായിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ കുറച്ച് കമൻസ് കണ്ടപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു. അതായത് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ മുസ്ലിങ്ങളെ പറ്റിക്കുകയാണ്, ഇത് ഉഡായിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതും എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ളൊരു വ്യക്തിയാണ്. നമ്മൾ നേരിട്ട് കണ്ട് സംസാരിച്ച് നല്ല രീതിയിൽ സംസാരിച്ച് പോയ ആൾ തന്നെയാണ്. അവർ പിന്നെ നോമ്പെടുക്കുന്ന വ്യക്തി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആരെയും ഈ ഒരു നോമ്പ് സമയത്ത് ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ചേതോദിത്തം ചെയ്യാനോ വന്നതല്ല കേട്ടോ. അങ്ങനെ മുസ്ലിങ്ങളെ പറ്റിച്ച് ജീവിക്കുന്നവളാണെങ്കിൽ ജപ്തി നോട്ടീസ് വന്നിട്ടടക്കം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഒരാളുടെ അടുത്ത് ഞാൻ എൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം ഒരാളുടെ അടുത്ത് കൈ നീട്ടിയിട്ട് പിന്നെ എൻ്റെ കടങ്ങൾ വീട്ടണമെന്ന് ഞാൻ ഇന്ന് വരെ ഞാൻ വിചാരിച്ചിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ എന്താണ് ഞാൻ ഈ മുസ്ലിങ്ങളെ പറ്റിച്ചിരിക്കണം എന്നുള്ളത് എനിക്കറിയണം. കാരണം എത്രയോ ആൾക്കാർ പറയണോ, അതൊന്നും ഞാൻ എല്ലാ വർഷവും ഞാൻ കേൾക്കാറുണ്ട്. അതൊന്നും ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഞാൻ എൻ്റെ നോമ്പിൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ടായിരുന്നു ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്താണ്, ഞാനിങ്ങനെ മുസ്ലിങ്ങളെ പറ്റിക്കുകയാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. എനിക്കത് ഭയങ്കര ഫീലായി. പിന്നെ ഞാനൊരു കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ്ട, കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ജപ്തി നോട്ടീസാണ് എനിക്ക്. 1,40,000 രൂപ എനിക്ക് അവിടെ അടയ്ക്കണം. അപ്പോൾ ഒരു എമൗണ്ട് ആവുന്നതിന് മുന്നേ തന്നെ ഒരു 75,000 രൂപ എടുത്തതായിരുന്നു. അപ്പോൾ അടച്ച് തീർന്നതിന് മുന്നേ എടുത്തതാണ്. സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാനത് ആരുടെ പറഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ഞാൻ മാത്രം അറിയേണ്ട ഒരു കാര്യം അല്ല. ഞാനിങ്ങനെ പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വന്നതാണ് കേട്ടോ. ഡേറ്റ് 14-ാം തീയതി വന്നതാണ്. 14/8/2025 എനിക്ക് ഇങ്ങോട്ടേക്ക് അവർ കൊണ്ടു തന്ന ഡേറ്റ് ഒരാഴ്ചയായിട്ടുള്ള അവരിവിടെ കൊണ്ട് തന്നത്. അപ്പോൾ എന്താ പറയുക, ഇത് കിട്ടിയ 7 ദിവസത്തിനുള്ളിൽ പിന്നെ ഡേറ്റ് കിട്ടി 7 ദിവസത്തിനുള്ളിൽ വില്ലേജിൽ പോകാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. വില്ലേജ് ഓഫീസർ എൻ്റെ വീട്ടിൽ കൊണ്ട് വന്നതാണ്. എൻ്റെ അച്ഛൻ സാക്ഷിയാണ്. അപ്പോൾ പിന്നെ ഒരാളെയും പറ്റിച്ച് തിന്നാനോ പറ്റിച്ച് നടക്കണ ഒരു വ്യക്തിയല്ല ഞാൻ. സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് നടക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നടക്കുന്നത്. പിന്നെ ഒരാളുടെ അടുത്ത് വന്നിട്ട് കൈ നീട്ടാനുള്ള ഒരു മനസ്സെനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. എല്ലാവരും പറഞ്ഞു ഗൂഗിൾ പേ വെക്കി, അക്കൗണ്ട് നമ്പർ വെക്കി എന്ന്. ശരിയാണ്, ഞാൻ പിന്നെ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് സഹായം കിട്ടും. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്തിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ പച്ചമാംസം പറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ തേജോധം ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു ഇത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എന്നെ കുത്തിപ്പറിക്കാനായിട്ട് ഒരുപാട് ആളുകൾ എൻ്റെ ചുറ്റും നിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വ്യക്തമായിട്ടൊരു കാര്യം ഞാൻ പറയണത്, നമ്മൾ എടുത്ത ലോണുകൾ ഞാൻ കൃത്യമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിലും പലിശയൊക്കെ മേടിച്ചിട്ട് എങ്ങനെയെങ്കിലും അടച്ചു പോകുന്നുണ്ട്. പിന്നെ എല്ലാവരും പറയും പലിശയ്ക്ക് എന്തിനാണ് എടുക്കണമെന്ന്. ഒരാളും 1 രൂപയും വെറുതെ തരില്ല. അപ്പം എൻ്റെ ആധാർ കാർഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിനല്ലാതെ ഒരാൾ എനിക്ക് പിന്നെ കടമായിട്ട് തരില്ല. അപ്പോൾ എടുത്ത ലോണുകൾ ഞാൻ കൃത്യമായി അടച്ചു പോകുന്നു. ഇതിലാണെങ്കിൽ എനിക്ക് പെൻഡിങ് വരികയും ചെയ്തു. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ചെയ്യും, അതെങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യും. എനിക്ക് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചു, നിനക്ക് 4 ലക്ഷം രൂപ കടമാണെങ്കിൽ എനിക്ക് 20 ലക്ഷം രൂപ കടമാണെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ വിളിച്ച് എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ കുത്തുന്നവർക്ക് വെറുതെ കുത്താം. ഇനി എന്നെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ആളുകളാണെന്ന് വെച്ചാൽ നേരെ എൻ്റെ വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഞാൻ ഒരാളെയും പറ്റിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആളല്ല. ഞാൻ പറ്റിച്ചിട്ട് ജീവിക്കുകയും വേണ്ട. ഞാൻ ഉഡായിപ്പാണ്, പറ്റിച്ച് നമുക്ക് മുസ്ലിങ്ങളെ പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു നോമ്പെടുത്തതാണോ ഞാൻ പറ്റിച്ചു എന്ന് പറഞ്ഞത്? ഞാൻ ഒരു നോമ്പെടുത്തതാണോ പറ്റിച്ചു പറഞ്ഞത്? പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നത് അതും ഒന്നുമില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉസ്താദിൻ്റെ വീഡിയോ ആയിരിക്കും ഞാൻ ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അന്ന് ഞാൻ തങ്ങളുടെ അവിടെ പോയ സമയത്ത്
എൻ്റെ അച്ഛനോട് കയർത്ത് സംസാരിച്ചു. നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ തങ്ങളുടെ അവിടേക്കൊക്കെ പോയത്, അങ്ങനെ ഇങ്ങനെയുണ്ട് എൻ്റെ അച്ഛനെ കൊണ്ട് ചൂടായി സംസാരിച്ചു. എന്നിട്ട് ഞാനത് ചോദിക്കാൻ വേണ്ടി അവരുടെ അടുത്ത് ചെന്നു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് കൂളായി പറഞ്ഞു, ധന്യ അതൊന്നും കാര്യമാക്കണ്ടോ, ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണെന്ന് പറഞ്ഞു. ഇപ്പം ഇന്നലെ ഉണ്ട് ഞാൻ കമൻറ്റ് നോക്കുമ്പോൾ 3 മാസം മുന്നേ വീഡിയോ എടുത്തിട്ടിരിക്കണം ഉഡായിപ്പാണ് എന്ന് പറഞ്ഞിട്ട്, ഉഡായിപ്പാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ എൻ്റെ വീടിൻ്റെ എന്താ പറയുക, അവരൊക്കെ വലിയ വലിയ കോടീശ്വരന്മാരാണ്, മനസ്സിലായ, അവർക്ക് ഇഷ്ടം പോലെ പൈസയും കാര്യങ്ങളുള്ളതാണ്. അപ്പോൾ പാവപ്പെട്ട ഞങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ കാണുമ്പോൾ അവർക്ക് അതൊരു കളിയാക്കലും ഒരു പുച്ഛമൊക്കെയാണ്. പക്ഷേ ഞാൻ ഇന്ന് വരെ ഒരാളെയും കളിയാക്കാനോ പുച്ഛിക്കാനോ ഒന്നും പോയിട്ട്, ഒരു നേരത്തെ വിശപ്പ് എന്താണെന്ന് അറിയുന്നൊരു വ്യക്തിയാണ് ഞാൻ. 10 രൂപയ്ക്ക് ഞാൻ വീട് വീടാന്തരം പോയിട്ട് കെഞ്ചിയിട്ട് പോയിരുന്ന ആളാണ്. അങ്ങനെ ഒരു ഇടവരുത്തരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ദൈവത്തിനോട് ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്. ഈ നോമ്പ് എടുക്കുന്നത് നമ്മുടെ ശരീരത്തിനും നല്ലതാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്, ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പം അത് ഇപ്പം ഞാനിപ്പോൾ സംഘു എന്ന് പറഞ്ഞൊരു ചേച്ചി എടുക്കുന്നില്ലേ ഒരു പള്ളി, അവരെല്ലാ മമ്പറം പള്ളിയും അങ്ങനെ ഓരോ പള്ളികളിലും അവർ പോവാറുണ്ട്. അതേപോലെ തന്നെ അവർ പിന്നെ അവർക്ക് തന്നെ ഒരു ഫ്രണ്ട് ഉണ്ട്, മുസ്ലിം ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ആ ചേച്ചിക്ക് ആ ചേച്ചിൻ്റെ ഫ്രണ്ടിനോടുണ്ടാവുന്ന ആ ഒരു ഇഷ്ടവും അവർ വളർന്നു വന്ന സാഹചര്യമൊക്കെയാണ് അവർ അതിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഞാനും. എനിക്ക് ഒരുപാട് മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട്. അന്ന് വിചാരിച്ച് ഞാൻ അവർ വീട്ടിൽ പോവുക, അവരുടെ കൂടെ നിന്നിട്ട് അങ്ങനെയൊന്നും എനിക്ക് വീഡിയോ എടുക്കാനോ അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. എൻ്റെ കാര്യങ്ങൾ എന്താണോ അത് പറയുക, ഞാൻ എന്താണോ അത് നിങ്ങൾ മുന്നിലെത്തിക്കുക. നമ്മളൊരു ജെനുവിനായിട്ടുള്ള ഒരാൾ നുണ പറഞ്ഞിട്ട് പോകേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇന്ന് വരെ എൻ്റെ മകൾക്ക് വേണ്ടി അല്ലാതെ ഞാൻ ഇന്ന് വരെ എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കൈ നീട്ടില്ല. അത് ഞാൻ ഉറപ്പിച്ച് പറയണേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ വീട്ടും. പക്ഷേ ഞാൻ ഉഡായിപ്പാണ് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമമായിപ്പോയി. എൻ്റെ കുഴപ്പമില്ല, ദൈവം 5 നേരം നിസ്കരിക്കുന്നവരും പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കുക അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ ഈ സമയത്ത് ഓതുന്ന ആളുകളൊക്കെയാണ്. അപ്പം അതുകൊണ്ട് അവരെ ഞാൻ കുറ്റപ്പെടുത്താനൊന്നും പോകുന്നില്ല. പക്ഷേ അറിയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അത് പടച്ചോനെ നിരക്കാത്താണെന്നാണ് നിങ്ങൾ ചിന്തിക്കണം. അത്രത്തോളം വിഷമത്തോടെ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഞാൻ നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ വിചാരിച്ചിട്ടും നോമ്പിനെ നീയത്ത് വെച്ചിട്ടും തന്നെയാണ് ഞാൻ നോമ്പെടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊക്കെ തന്നെ എൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും ഒരു പരിഹാരം കിട്ടണം, എനിക്ക് സമാധാനമായിട്ട് ജീവിക്കണം, എൻ്റെ മക്കളിനെ സമാധാനത്തിൽ കൊണ്ടുപോകണം. ഇതൊക്കെ പണ്ട് തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു 1 വുമൺ ഷോ തന്നെയാണ്, ഇനി കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും നല്ല ദിവസം ആശംസിക്കുന്നു. പുണ്യമാസത്തിൽ ഈ പുണ്യമാക്കപ്പെട്ട ഈ ഒരു റമദാൻ മാസത്തിൽ എന്തൊക്കെ കഷ്ടപ്പാടില്ല, ആരൊക്കെ എങ്ങനെയൊക്കെ പോകുന്നവർക്കൊക്കെ നല്ലത് കിട്ടട്ടെ അല്ലെങ്കിൽ നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഞാൻ ഒരിക്കലും ഒരാളെയും പറ്റിച്ച് തിന്നാനായിട്ട് ജീവിക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ